നക്ഷത്ര മണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ, അതായത് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ കൂടി വരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മലബാർ വിഷൻ്റെയും സിറ്റി ചാനലിൻ്റെയും നക്ഷത്ര മണ്ഡല പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അത് ഭൂമിക്കൊരു ചില ദോഷങ്ങൾ വരാം, സാധ്യതകളുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ അടിസ്ഥാനത്തിലൊന്നും അല്ലെങ്കിലും ജ്യോതിഷ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചില ദോഷങ്ങൾ വരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വടക്ക് സ്ഥാനം കൊണ്ടാവാമെന്ന് അങ്ങനെ വന്നപ്പോൾ അതുപോലെ തന്നെ വർഷദോഷങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞതിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകർ എന്നെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വിവർത്തനം ചെയ്തുകൊണ്ട് പറയണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ 2025 പൊതുബലചിന്തയിൽ നമ്മുടെ ഭൂമിക്ക് വീണ്ടും പറയുകയാണ്, സങ്കടത്തോടെയാണ്, എങ്കിലും ദോഷങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ കാലപുരുഷൻ്റെ യാത്രാ കാര്യങ്ങളിൽ ചില ദോഷങ്ങളായിട്ട് തന്നെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ വാഹനം, അതായത് കാലപുരുഷൻ, അതിൻ്റെ വാഹനത്തിൻ്റെ ദിശ അത് വളരെ സങ്കടപ്പെടുന്ന ഒരു സ്ഥാനത്തേക്കാണ്. അതുപോലെ തന്നെ അധിപൻ അത് സൂര്യനാണ്, അതുപോലെ തന്നെ മന്ത്രി അത് ശനിയാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും ജ്യോതിഷ വിധി പ്രകാരം പരസ്പര ശത്രുക്കളാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? അപ്പോൾ രാജ്യഭരണം അല്ലെങ്കിൽ ഭരണക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മൾക്ക് സങ്കടം ജനിപ്പിക്കും വിധം നമ്മളെ വിട്ടു പോകുന്നതായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ആകമാനാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ പല കായിക രംഗത്തുള്ളവരും നമ്മളോട് സന്തോഷത്തോടെ നിന്നവരും നമ്മളെ വിട്ടു പോകാനുള്ള അവസരങ്ങളുണ്ട്. ഇത് നക്ഷത്ര അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ 27 നക്ഷത്രക്കാർക്ക് ഉള്ളതിൽ 9 നക്ഷത്രക്കാരെ ഒഴിച്ചുകൊണ്ട് ബാക്കി വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഒന്നുകിൽ ദേഹദോഷങ്ങൾ, അല്ലെങ്കിലോ ദുരിതങ്ങൾ, അതായത് ധന കാര്യങ്ങളിലും അതുപോലെ തന്നെ കർമ്മരംഗങ്ങളൊന്നും പുഷ്ടിപ്പെടാതിരിക്കുന്ന ദോഷങ്ങൾ. അതുപോലെ തന്നെ പിന്നീട് ഒരു വിഭാഗം, അങ്ങനെ മറ്റൊരു വിഭാഗത്തിന് ദുരിതദോഷങ്ങളുണ്ട്. അത് സങ്കടം വരുന്ന ദേഹയോഗങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ പറയേണ്ടതായിട്ട് വായു മൂലം ചില ദോഷങ്ങൾ വരാം. അത് കടുത്തതായി വരാതെ തന്നെ എങ്കിലും അത് നിപ്പ പോലുള്ള വൈറസ് ആയിക്കൊണ്ട് തന്നെ ചെറുതരത്തിൽ ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2025 ഒരുപാട് ദോഷങ്ങൾ ഇല്ലാതെ കണ്ട് സമാധാനമാവട്ടെ എന്ന് നമുക്കേവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ കാലപുരുഷൻ്റെ വാഹന ദോഷങ്ങൾ ശയനരൂപത്തിലാണ്. ശയനരൂപത്തിലെന്ന് പറഞ്ഞാൽ കിടക്കുന്ന രൂപത്തിൽ. അതുകൊണ്ട് തന്നെ സമാധാനമില്ലാത്തൊരു സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ വാഹന ദുരന്തങ്ങളുണ്ടാവാം. അത് ഇപ്പോൾ കുറച്ച് അധികരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ബലചിന്തയിലും അങ്ങനെ ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിക്ക് ദോഷങ്ങൾ വരാം. അതിൽ ഏറ്റവും പഞ്ചഭൂത അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഭൂമിക്കും അതുകൊണ്ട് തന്നെ ജലം കൊണ്ടും ദോഷങ്ങൾ വരാം. അതിൽ പോലെ തന്നെ പ്രധാനമായൊരു പങ്ക് അഗ്നിഭയങ്ങളുണ്ടാവാം. അതായത് തീ കത്തൽ, തീ പടരുന്ന അവസ്ഥ, തീ കൊണ്ട് ആപത്തുകൾ വരിക എന്നുള്ളതൊക്കെ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വായു കൊണ്ടും ഒരു ചില ദോഷങ്ങൾ വരാം. ഇത് പൊതുവേ ഭൂമിക്കുള്ള ദോഷങ്ങളെന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നതാണ്. അത് ചൊവ്വയെ കൊണ്ടാണ് കാണുക. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് കാണുമ്പോഴും അത് ഓരോ ദുരിത ദോഷങ്ങളായിക്കൊണ്ട് നമ്മളത് അനുഭവിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ശുക്രൻ എന്ന ഗ്രഹത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ സുഖ ലോലുപ സമാധാനത്തിനായിട്ടുള്ള കുറുക്കു വഴികൾ, അതുകൊണ്ട് അനിഷ്ടദോഷങ്ങളും സംഘർഷാവസ്ഥയും കലാപങ്ങളും ഉണ്ടാവാം. ഇതിൽ ലഹരികളും ഒരു പങ്കായി കാണണം. അതുകൊണ്ട് തന്നെ തീർത്തും ചന്ദ്രൻ, ഈ ചന്ദ്രൻ എന്ന ഗ്രഹത്തിന് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയേണ്ടതായിട്ടുണ്ട് മറ്റൊരു
ഗ്രഹം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എന്താണെന്ന് വ്യക്തമായില്ല എന്നൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രഹം അല്ലെങ്കിൽ ഉൽക്ക പോലുള്ള ചെറു ഗ്രഹങ്ങൾ നാശത്തിലാവുന്നതും അത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിന് ചില ഭീതികൾ പരത്തുന്നതും അതുകൊണ്ട് തന്നെ മനഃസ്വസ്ഥത കുറയുന്ന അവസരങ്ങളുണ്ടാകുമെന്ന് പറയും. അത് ചന്ദ്രനെ കൊണ്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വ്യാഴം എന്ന ഗ്രഹത്തിനെ കൊണ്ട് ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ വരുന്ന 27 നക്ഷത്രക്കാരിൽ 9 നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ പൂർണ്ണമായ സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടും. അതിൻ്റെ കാര്യകാരണങ്ങൾ വ്യാഴം എന്ന ഗ്രഹത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ രാഹു കേതുക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ ആപത്തും മരണങ്ങളും അതുപോലെ തന്നെ ചില ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയും. അപ്പോൾ ഈ അപകടങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ ദേഹവ്യാധികളും അതുപോലെ തന്നെ പഞ്ചഭൂതാടിസ്ഥാനത്തിൽ വായു കൊണ്ടും അഗ്നി കൊണ്ടും ജലം കൊണ്ടും ദോഷം വരുന്നത്, ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെ എടുത്ത് ഈ തരത്തിൽ പറയുമ്പോൾ വിശകലനം ചെയ്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശ രൂപത്തിൽ പറയുമ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ട, ഏക രൂപത്തിൽ, അതായത് ഏത് മതത്തിലായാലും അവരുടേതായ രൂപത്തിൽ ഈശ്വര പ്രാർത്ഥനയിൽ സജീവമായി ആത്മാർത്ഥമായി മുഴങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും അത് ഈശ്വര ചിന്തയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന്ന് ഒരു പരിധി വരെ മാറ്റങ്ങൾ വരാം. അതായത് ഒരു വെട്ടാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അതൊരു തല്ലായി മാറിക്കൊണ്ടെങ്കിലും ചില ദോഷങ്ങൾ മാറിപ്പോവാം എന്നാണ് ജ്യോതിഷ വിധി പ്രകാരം കാണുന്നത്. അതുപോലെ തന്നെ ഇത് വിഷുവരത്തിൽ കൂടെ ഉള്ള ചില ശക്തമായ ചില കാര്യങ്ങളാണ്. നാൽക്കാലികൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ദ്രവ്യങ്ങൾക്കൊക്കെ ചില ദുരിത ദോഷങ്ങൾ സംഭവിക്കാം. അത് ഈ ചന്ദ്രനെ കൊണ്ട് കാണുമ്പോൾ മനസ്സിന് സ്വസ്ഥത കുറയുന്ന പോലെ തന്നെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, അത് ഭൂമിയിലുണ്ടാവുന്ന ഒരു ചില വിഷച്ചെടികൾ അല്ലെങ്കിൽ ലഹരികൾ, അതൊക്കെ അസാധ്യ ഉപയോഗം കൊണ്ടും ബുദ്ധിഭ്രമം കൊണ്ടും വരുന്ന ദോഷങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിനും ചില ചഞ്ചലപ്പോഴുണ്ടാവും. അതുപോലെ തന്നെ കടൽക്ഷോഭങ്ങൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണിത്. കടൽക്ഷോഭങ്ങൾ, ആയം വ്യായം കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായത്തിൽ ധനാഭിവൃദ്ധി, ഇതിലൊക്കെ വരുന്ന ദുരിതദോഷങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങൾ വരുന്ന വ്യാധികളും തന്നെയാണ് ഏറ്റവും സമാധാനം കുറഞ്ഞ ഒരു വർഷമായിട്ട് തന്നെയാണ് ഈ 2025 നമ്മൾ വരവേൽക്കാൻ പോകുന്നത്. എങ്കിലും ഈ പുതുവർഷം നല്ല രൂപത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇത്തരത്തിലാണ് 2025 കടന്നു പോകുന്നത് എങ്കിൽ ഡിസംബർ 15-ാം തീയതി കഴിഞ്ഞ ശേഷം, അതായത് 16-ാം തീയതി മുതൽ ജനുവരി 16-ാം തീയതി വരുന്ന ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കൂടി കണ്ടെത്താം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ അപേക്ഷിച്ച് ഇവർക്ക് അസാമാന്യ കഴിവും നേട്ടങ്ങളും ഉണ്ടാകും. ഇതിൽ പൂർണ്ണമായും ഈ 2 നക്ഷത്രക്കാർക്ക് ഏവർക്കും ഒരേപോലെ ഫലങ്ങൾ ഉണ്ടാവണമെന്നില്ല, എങ്കിലും ചില മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തരത്തിലാണെങ്കിൽ പോലും ഇവരുടെ ദശാകാല ചിന്തകളും അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോഴത്തെ നടപ്പ് ദശാകാലങ്ങളിൽ വരുന്ന അപകാരദോഷങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ചില ഏറ്റക്കുറച്ചുകളും ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. എന്നിരുന്നാലും ഈ 2 നക്ഷത്രക്കാരായി വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലേക്കാൾ ഒരു ചില നേട്ടങ്ങളുണ്ടാവാം, സമാധാനം ഉണ്ടാവാം. അതുപോലെ തന്നെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തൊഴിൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ചില നേട്ടങ്ങളുണ്ടാവാം. ഭവനം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉണ്ടാവാം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ചില ഉറപ്പുകളുണ്ടാവാം. ചെയ്യുന്ന തൊഴിൽ കൂടാതെ മറ്റൊരു തൊഴിൽ കൂടി ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ടാവും. അത് സർക്കാർ ജോലിയാണെങ്കിൽ അതിൽ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ ഉയർച്ചകളോ ഒക്കെ ഉണ്ടാവും. ധന അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും
ഈ നക്ഷത്രക്കാർക്കും ഒരു ചില വ്യാധികളും മനഃസ്വസ്ഥതകളും കൂടി ഉണ്ടാവാമെന്ന് പറയും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ചരരാശിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരരാശിയിലും ഈ ഗ്രഹചിന്തകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ മേടൻ രാശിയിലെ അധിപൻ ചൊവ്വയാണല്ലോ. അപ്പോൾ ചൊവ്വ അതിൻ്റെ അനിഷ്ട സ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് കർക്കിടക രാശിയിൽ. അത് നീച ചൊവ്വ എന്നാണ് അതിനെ പറയേണ്ടത്. അപ്പോൾ ചൊവ്വ നീചത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അറിയാതെ വരുന്ന മാനസിക അസ്വസ്ഥതകളും അതുപോലെ തന്നെ ചില ദേഹദോഷങ്ങളും ഒരു ചിലവർക്കുണ്ടാവാം. അതിന് ഏറ്റവും സമാധാനത്തോടെ മുന്നോട്ട് പോകാനും ഐശ്വര്യപൂർവ്വം ഇതിനെല്ലാം ഒരു മാറ്റി മറയ്ക്കാനുള്ള ചില ക്ഷേത്ര വഴിപാടാണ് കാണേണ്ടത്. ഇത് ചൊവ്വ എന്ന ഗ്രഹത്തിനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഭഗവത് സേവ തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമ വഴിപാട്. അങ്ങനെ പറയുമ്പോൾ തട്ടകത്തിലെ ഭഗവതി തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. അങ്ങനെ തട്ടകത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും കഴിയും വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാ അനിഷ്ട കാരണദോഷങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇടവൻ രാശിയിലെ കാർത്തികയുടെ മുക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തർക്കങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട്. പരസ്പര വിരുദ്ധമാവുന്ന അവസ്ഥയും ശത്രുദോഷങ്ങൾ സ്വന്തം വാക്കുകൊണ്ട് തന്നെ സംഭവിക്കേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ ചില ദേഹവ്യാധികളും ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ തൊഴിൽ രംഗം നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ വരുമ്പോഴും മറ്റൊരു തൊഴിൽ രംഗം കിട്ടാവുന്ന അവസരങ്ങളും അതുപോലെ തന്നെ വ്യാപാരങ്ങളാണെങ്കിൽ ചെറിയ പരാജയങ്ങൾ ഉണ്ടാവുന്നതും കുടുംബത്തിൽ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാവുന്നവരുണ്ട്. വേണ്ടപ്പെട്ടവരെ തന്നെ ചില വിനിയോഗങ്ങളും ചില സങ്കടത്തിലാക്കാം. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ചില വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വിദ്യയിൽ വിചാരിച്ച പോലെ ഒരു ഉയർച്ചകൾ ഉണ്ടാവാത്ത സ്ഥിതികൾ വരും. അപ്പോൾ ഇതിനൊക്കെ ചില മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ സരസ്വതി ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. വിദ്യാഗോപാല രാജയന്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിനെ മറികടക്കാൻ കഴിയും. അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾക്കൊക്കെ കാണുന്ന നഷ്ടങ്ങൾക്ക് അതിനും ആലോചിച്ചുകൊണ്ടും ഇവിടെ സമാധാന പാതയിൽ എത്തിപ്പെടാനായിക്കൊണ്ട് തത്സമയം നടക്കുന്ന ദശാകാലത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടും നല്ലൊരു വഴി കണ്ടെത്തിക്കൊണ്ടും ചില ക്ഷേത്ര വഴിപാട് കൊണ്ട് ഇവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അത് തീർച്ചയായിട്ടും അത് ജാതക പരിശോധന അതുപോലെ തന്നെ നക്ഷത്ര പരിശോധനയൊക്കെ ചെയ്യുമ്പോഴേ പൂർണ്ണമായി എത്തുള്ളൂ. എങ്കിലും ഈ ചന്ദ്രരാശി പ്രകാരം പറയുമ്പോൾ ചില കഷ്ടങ്ങളുണ്ടാവാം. അതിനെ മറികടക്കാനായിക്കൊണ്ട് ഇവരുടെ കാരകത്വ അടിസ്ഥാനത്തിൽ വരുന്നത് ശുക്രനായതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് കുഴച്ച അവിൽ നിവേദ്യമായി കഴിക്കുക, അതുപോലെ തന്നെ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക, അതുപോലെ തന്നെ ഒരു വെറ്റിലമാലയും സമർപ്പിക്കുക. അപ്പോൾ അലങ്കാരം വെറ്റിലമാല, നിവേദ്യം, കുഴച്ചാവിൽ, അതുപോലെ തന്നെ നെയ്വിളക്കും, ഇത് മൂന്നും കൂടെ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വ്രതങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ നഷ്ടങ്ങളും ദേഹദോഷങ്ങളും അതുപോലെ തന്നെ കഠിന വ്യാധികളിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാസൂക്ത പുഷ്പാഞ്ജലി ഹനുമാൻ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നത് കൂടിയാണ് മറികടക്കാൻ കഴിയുന്നത്. ഒരു പരിധിവരെ ഇത് ഏവർക്കും സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. മിഥുനം രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര. അപ്പോൾ ഈ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാഭാഗം ഇങ്ങനെ ചേർന്ന് വരുന്ന രാശിക്കാരെ സംബന്ധിച്ച് തത്സമയ ചിന്ത കൊണ്ടും അതുപോലെ തന്നെ വരുംകാല ചിന്ത കൊണ്ടൊക്കെ ചില അനിഷ്ടങ്ങളാണ് സംഭവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രഹാടിസ്ഥാനത്തിൽ വരുന്ന ബുധൻ ചില നീച സഞ്ചാരങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ശനിയുടെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് പറയുമ്പോൾ ഇവർക്ക് കുടുംബത്തിൽ തീർച്ചയായിട്ടും സമാധാനം കിട്ടില്ല എന്ന് പറയാം. നല്ലത് ചെയ്താലും ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കാതെ കണ്ട് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടും. എന്തുകൊണ്ടെന്നാൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചില വഞ്ചനാ സ്വഭാവങ്ങൾ കാണിക്കുകയും അതുകൊണ്ട് ചില തടസ്സങ്ങൾ വരികയും ചെയ്യും.
മാത്രമല്ല ഇവരെ സംബന്ധിച്ച് വാഹനയാത്ര അതൊക്കെ ചില ദുഷ്കരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വാഹനങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് കർമ്മസ്ഥാനം മാറപ്പെടുന്നതോ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്ത് ചില നീചത്വ അനുഭവങ്ങൾ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്തെ കുറിച്ചുകൊണ്ട് മാനഹാനി വരുന്ന അവസരങ്ങളൊക്കെ സംഭവിക്കണം എന്നാണ് പറയുക. ഇത് ഈ ശനിയുടെ ഒരു സഞ്ചാരമുണ്ട്, അത് മാർച്ചിലാണ്. എങ്കിലും അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് വ്യാഴവക്രങ്ങൾ കൂടി ഉൾക്കൊണ്ട് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഇവർക്ക് ചില വിഷമസന്ധിയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കണം, മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുള്ള വഴികളുമാണ് കണ്ടെത്തേണ്ടത്. ഇതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ബുധൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് ഒരു ക്ഷേത്രമില്ല. വ്യാഴത്തിൻ്റെ ഇതര ഭാഗത്തിൽ വരുന്ന നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിക്കുക. എല്ലാ ശത്രുദോഷവും തീരട്ടെ വിചാരിക്കുക. എല്ലാ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ 30 വ്യാഴാഴ്ചയോ മാസത്തിലൊരു പ്രാവശ്യം പാനകം വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ തുടർന്ന് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുകയും പാനകം വഴിപാട് ശത്രുദോഷത്തിനാണെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ ദേവനൊരു നിവേദ്യവും അതുപോലെ തന്നെ തുളസിമാലയും നെയ്വടക്കം സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഈ ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞുകൊണ്ട് ഒരു പരിധിവരെ സമാധാനം കിട്ടാം എന്ന് തന്നെയാണ് കണ്ടത്. എന്നാലും ഇവരുടെ യാത്രാവേളകളിലും യാത്രാവാഹനങ്ങളിൽ വരുന്ന ദുരിതദോഷങ്ങളൊക്കെ തീർക്കാനായിട്ടും വാഹനമുട്ട് ദേഹമുട്ടൊക്കെ തീർക്കുന്നത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു പരിധിവരെ സ്വസ്ഥതയും സമാധാനവും കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇനി കർക്കിടക രാശി. കർക്കിടക രാശിയിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് ചില സമാധാനം കുറയുന്ന അവസരമാണ് കണ്ടത്. ഒരു കാര്യം തീരുമാനമായാൽ മറ്റൊരു കാര്യം തീരുമാനമാവാതെ വിഷമിക്കുന്ന അവസ്ഥ. ഇത് കർക്കിടക രാശിയുടെ അധിപൻ വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ മാറി വരുന്ന അവസരങ്ങൾ, അതായത് ഒരു കറുത്ത വാവ് കഴിഞ്ഞ് വരുമ്പോൾ ചില കാർമേഘങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ പോകുന്നത് പോലെ തന്നെ ഒരു സമയം വളരെ സമാധാനമാണെങ്കിൽ മറുസമയം ഇരുട്ടിലാവുന്ന സ്ഥിതി, മനസ്സിന് സ്വസ്ഥത കിട്ടാത്ത ചില സ്ഥിതി, വേലിയേറ്റം വേലിയിറക്കം പോലെ തന്നെ അസ്വസ്ഥതകൾ വരുന്ന ചില സമയം. അത് ഒരു ദിവസത്തെ തന്നെ വേണമെങ്കിൽ രാവിലെ ഉണ്ടായതാവില്ല, ഉച്ചയ്ക്ക് ഉണ്ടായതാവില്ല, രാത്രി അങ്ങനെ മാറി വരാവുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചൊവ്വ തന്നെയാണ് കാണുന്നത്. ചൊവ്വ ഇപ്പോൾ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ ചൊവ്വ നീചത്തിലാണ് സഞ്ചരിക്കുന്നത്. കർക്കിടകം രാശിയെ സംബന്ധിച്ചും ചൊവ്വയുടെ സ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ നീച ചൊവ്വയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വ അടിസ്ഥാനമാക്കി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനങ്ങളില്ലാത്ത ഒരു സ്ഥിതിയിലുമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ശനി അഷ്ടമത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ദുരിതദോഷങ്ങൾ, അലച്ചിലുകൾ, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ വരുന്ന ശനിയും കൊണ്ടും ഒരു ചില ദോഷങ്ങളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യത്തിനും സമാധാനം കിട്ടാത്ത, സ്വസ്ഥത കിട്ടാത്ത ഒരു സ്ഥിതിയിലാണ് വരിക. അപ്പോൾ ഇതിനും ചില വഴികൾ കണ്ടെത്താനുണ്ട്. ഇത് ഗണപതിക്ക് തന്നെയാണ്. സർവവിഘ്ന നിവാരണ ദോഷത്തിന് ഗണപതി തന്നെയാണ് ശരണം. അപ്പോൾ ആദി ശേഷനാവുന്നതും ഗണപതി തന്നെയാണ്. അതുകൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ എല്ലാ സർവകാര്യ വിഘ്നദോഷത്തിനായിക്കോട്ടെ തന്നെ ഗണപതിക്കൊരു പൂജാകർമ്മമാണ് ചെയ്യുക. അത് കഴിയും വഴിപാടായിട്ട് തന്നെ ചെയ്താൽ മതി. എങ്കിലും ഗണപതിക്ക് പ്രീതിപ്പെട്ട വഴിപാട് കറുകമാല തന്നെയാണ്. അതുപോലെ തന്നെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റപ്പം അല്ലെങ്കിൽ അട വഴിപാടൊക്കെ കഴിക്കുന്നതും ഗണപതിക്ക് പ്രീതിപ്പെട്ട വഴിപാടാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പണം ഒക്കെ കറുകമാലയോടുകൂടെ തന്നെ നെയ്വിളക്ക് അതുപോലെ തന്നെ നിവേദ്യം കഴിക്കുമ്പോൾ ഒരു പരിധി വരെ സമാധാനം കിട്ടും. അല്ലെങ്കിലോ ഗണപതി ഹോമം കഴിച്ചുകൊണ്ടും പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. എങ്കിലും ഗണപതിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യത്തിനും വിഘ്നങ്ങൾ തീർക്കാനായിക്കോട്ടെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കഴിയും വഴിപാടായി ചെയ്യുന്നത് ഒരു ചില ഗണപതി ക്ഷേത്രങ്ങളിൽ തീർക്കുന്ന മുട്ട്, ദേഹശത്രു കർമ്മ മുട്ടുകളായി തീർക്കുന്നതും ഒരു പരിധിവരെയും സമാധാന ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ സാധിക്കും എന്നാണ് കാണേണ്ടത്. അങ്ങനെ ഈ കർക്കിടക രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഏകത്വ ഭാവത്തിൽ പ്രാർത്ഥിക്കാം. ഇത് വിദ്യാർത്ഥികൾക്കും ഉതകുന്ന ചില കാര്യങ്ങളാണ്. വിദ്യാമുട്ടുകളൊക്കെ തീർക്കാം. അതുപോലെ തന്നെ ധന തർക്കങ്ങളും തടസ്സങ്ങളും വരാവുന്ന സാധ്യതകളുണ്ട് കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച്. ഇതും കർക്കിടക രാശിയിൽ ഏറ്റവും കൂടുതലായി വരുന്നത് ആയില്യം നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ വരാം. ഇതിനൊക്കെ ഗണപതി തന്നെ പ്രാപിച്ചുകൊണ്ടും ഗണപതിക്ക് മുട്ട് തീർത്തുകൊണ്ടും ചെയ്യാം. അതേപോലെ തന്നെ നാഗങ്ങൾക്കൊരു വഴിപാട് കഴിക്കാം. അത് ഇതിൽ ബന്ധപ്പെട്ടതാണോ വെച്ചാൽ ഇതിൽ വരുന്ന ഒരു പ്രധാന നക്ഷത്രം ആയില്യമാണ്. ആയില്യത്തിൻ്റെ അധിപൻ വരുന്നതും സർപ്പങ്ങളാണ്. അപ്പോൾ കൊടും ദോഷങ്ങൾ
അതായത് ദേഹവ്യാധികൾക്ക് നാഗങ്ങൾക്കൊരു കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കർക്കിടകം രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുന്ന ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശി അധിപൻ വരുന്നത് സൂര്യനാണ്. അതിൽ മകം, പൂരം, ഉത്രം ഇങ്ങനെ 2 ഭാഗം നക്ഷത്രക്കാരാണുള്ളത്. അപ്പോൾ ഈ 2025 സംബന്ധിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ തത്സമയം നടക്കുന്ന കാരണങ്ങളെക്കുറിച്ച് കൊണ്ടും പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയും. എന്നാൽ അതേപോലെ തന്നെ ഒരു ശത്രു അതിലുണ്ടാവുമെന്ന് പറയും. അത് രാഷ്ട്രീയത്തിലുള്ളവരെയും കൂടി ഉൾക്കൊണ്ടിച്ചാണ് പറയുന്നത്. അതേപോലെ ഒരു ശത്രു കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇവരൊരു ഭയപ്പാടോടുകൂടെ മുന്നോട്ട് പോകണം. അതായത് തനിക്കൊരു ആപത്ത് വരാൻ അത് സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ ആവാം എന്നുള്ള കാരണങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാമെന്നാണ്. അത് ഒരു സാധാരണ സ്ഥിതിയല്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. വിശ്വാസപൂർവം എന്നാൽ നേരാവണ്ണം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇവർക്ക് വിജയം ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് അപാര വിജയത്തിലേക്കാണ് പോകേണ്ടത്. അതുപോലെ തന്നെ കുടുംബ സമാധാനം കിട്ടുന്നതും കുടുംബത്തിലെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്നതൊക്കെ ഈ മകം, പൂരം, ഉത്തരത്തിൻ്റെ ഭാഗം വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് എത്തിപ്പെടുന്ന അവസരങ്ങൾ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് യഥാർത്ഥ ശത്രു കൂടെ തന്നെ ഉണ്ടാവും. ഗ്രഹത്തിലാണെങ്കിലും കൂടെ ഉണ്ടാവുമെന്നാണ് പറയേണ്ടത്. എന്നിരുന്നാലും അതുപോലെ തന്നെ ഇവർ കൂട്ടായി ചെയ്യുന്ന തൊഴിലിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും ഒരു ശത്രു. എന്നാലത് പുറത്തറിയാത്ത വിധത്തിൽ പെരുമാറുകയാണെങ്കിലും ഒരു ശത്രുത ആയിരിക്കുമോ എന്നുള്ള ഉൾച്ചിന്തയോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചില ദുരിതദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കഠിന വ്യാധികൾ അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത കുറയുന്ന അവസരങ്ങളും അപകടങ്ങളോ വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറയണം. അത് എന്തുകൊണ്ടെന്നാൽ ചിങ്ങൻ രാശിയാണെങ്കിലും ഇവർക്ക് ശനിയെക്കൊണ്ടും ഒരു ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ ശനിയും സൂര്യനും പരസ്പരം ശത്രുക്കളാവുന്നത് കൊണ്ടും ഒരു ചില സമയങ്ങളിൽ, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം വരുന്ന സമയങ്ങളിൽ ചില വീഴ്ചകളോ അല്ലെങ്കിൽ ദേഹദോഷങ്ങളൊക്കെ വരാം. ഇതിന് പരിഹാരങ്ങളായി കാണേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും മൃത്യുഞ്ജയ ഹോമങ്ങളോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിയും വിധത്തിൽ കഴിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യം, അത് കഠിന പായസമായാലും ദോഷമില്ല. ദേവനൊരു അലങ്കാരമാല, അത് കൂവളത്തിലായാലും ദോഷങ്ങളില്ല, ശിവന് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദേവന് നമുക്ക് വരുന്ന ആയുർദോഷങ്ങൾ തടുക്കാനായിക്കൊണ്ട് ഒരു കടാവിളക്കം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം കൂടിയാണെങ്കിൽ, അത് ശനിയാഴ്ച വ്രതത്തോടു കൂടിയാണെങ്കിൽ ഇതിൽ വരുന്ന വ്യാധികളെ തടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായ സമാധാനത്തിൽ എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. കന്നിരാശി. കന്നിരാശിയിലെ ഉത്തരത്തിൻ്റെ മുക്കാഭാഗം അത്തം, ചിത്ര. അപ്പോൾ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർക്ക് വിചാരിച്ച കാര്യങ്ങൾ പോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ ഒരു ഉയർച്ചയിലെത്താൻ പറ്റാത്ത സ്ഥിതി, ഇവരുടെ കൂടെ തന്നെ ഒരു ശത്രു ഉണ്ടോ എന്നുള്ള തോന്നലും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമില്ലാത്ത മനോചിന്തകളും ഉണ്ടാവാമെന്ന് പറയാം. അങ്ങനെ ഒന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇല്ലേ, ഉണ്ട് എന്ന് ചിന്തിക്കുന്നൊരവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവം തുലാം രാശിയാണ്. അതിൻ്റെ അധിപനായി വരുന്നത് കൊണ്ടും നീചഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കന്നിരാശിയുടെ അധിപനായി വരുന്നത് ബുധനായതുകൊണ്ടും ഈ 2 ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ വരുന്ന ചില ദോഷങ്ങളും കേതുവിനെ കൊണ്ടുവരുന്ന ദോഷങ്ങളൊക്കെ എടുത്തു പറയേണ്ട ചില സ്ഥിതിയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് സദാസമയം ദേഹദോഷങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്തിൽ എത്തിപ്പെടുമ്പോൾ മനോപ്രയാസങ്ങളോ മനോദുരിതങ്ങളോ ഉണ്ടാവാം. അതുപോലെ തന്നെ ഓർമ്മക്കുറവുകളൊക്കെ വരാമെന്ന് പറയും. ഇത് ഗ്രഹങ്ങളുടെ ശത്രുദോഷം കൊണ്ട് തന്നെയാണോ എന്നുള്ളത് പൂർണ്ണമായും ഇതിലെ ദശാകാലങ്ങളുടെ ചിന്തകൾ കൂടി ഉൾക്കൊണ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിന് തീർച്ചയായിട്ടും നല്ലൊരു പരിഹാര മാർഗം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർക്ക് സദാസമയം മാനസിക പ്രയാസങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും വരാം. ഇതിന് ഏറ്റവും നല്ല മാർഗങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്ന് കാണേണ്ടത് ഇവർക്ക് ബുധൻ എന്ന ഗ്രഹത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഒരു പാനകം വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ബുധനാഴ്ച വ്രതങ്ങളെടുക്കുക. ഒരു പരിധിവരെ ഇതിൻ്റെ ദോഷങ്ങൾ തീരും. അതുപോലെ തന്നെ മറ്റൊന്ന് ഹനുമാൻ സ്വാമിക്ക് ഒരു കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ഒരു
കഴിയും വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായി ചെയ്യേണ്ടത് വെറ്റിലമാലയും അതുപോലെ തന്നെ ഒരു കുഴച്ചാവിലെ നിവേദ്യമായിക്കൊണ്ടും നെയ്വിളക്കുമാണ് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിലോ ഒരു കഴിയും വഴിപാട് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നരസിംഹമൂർത്തിയും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ദോഷത്തിന് കാഠിന്യങ്ങൾ കുറയും, സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇവർ ത്രിസന്ധ്യ നേരങ്ങളിൽ യാത്രകൾ അതുപോലെ തന്നെ ചെയ്യുന്ന ചില അവസരങ്ങളിലൊക്കെ ചില ദോഷങ്ങൾ വരാം, മാനഹാനിയോ തർക്കമോ സങ്കടങ്ങളൊക്കെ വരാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ തർക്ക തടസ്സ ദോഷങ്ങൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇതിന് ഏറ്റവും ശക്തമായ മന്ത്രങ്ങൾ കൂടിയുണ്ട്. നരസിംഹ മന്ത്രം തന്നെയാണ്. ഒന്നുകിൽ നരസിംഹമൂർത്തി മന്ത്രങ്ങളും അതുപോലെ തന്നെ നരസിംഹ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും ഹനുമാൻ സ്വാമി മന്ത്രങ്ങളും ഹനുമാൻ ക്ഷേത്രത്തിലെ വഴിപാടുകളും തീർച്ചയായിട്ടും ഇവരെ സന്തോഷത്തിൻ്റെ പാതയിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നെ ഖേദം എന്നുള്ള ഒരവസ്ഥ, ഖേദം എന്നൊരു വാക്കുകൂടി ഉണ്ട് ഇതിൽ. അത് കർമ്മസ്ഥാനത്ത് വരുന്ന കേതുവാണ്. ഇതിൽ നവഗ്രഹത്തിലെ കേതു എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് ഒരു പുഷ്പാഞ്ജലിയെങ്കിലും കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 വഴിപാട് ഇവരെ ഉൾക്കൊണ്ടിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടത് എന്നായിട്ട് തന്നെ കാണേണ്ടത്. അടുത്തതായിട്ട് തുലാം രാശി. തുലാം രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രഭാഗം, അതായത് ചിത്രയുടെ അരഭാഗം, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു ചില വ്യാധികളും ദുരിതങ്ങളും വരുന്നതും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളോ ദോഷങ്ങളോ വരുന്നതും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. ഭവനത്തിൽ നിന്ന് മാറി താമസിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസരങ്ങൾ, അതുപോലെ തന്നെ കലഹങ്ങളും കുടുംബകലഹങ്ങളും വഴക്കുകളും ഉണ്ടായിക്കൊണ്ട് നിയമാധികാരികളുടെ മുന്നിൽ പോകേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാം. സമാധാനം കിട്ടില്ല എന്ന് പറയാം. ഇതിൻ്റെ കാരണങ്ങളിൽ എത്തിപ്പെടുന്നതും അതുപോലെ തന്നെ ഇവർക്ക് പൂർണ്ണമായ സമാധാനമില്ലാതെ തൊഴിൽ അടിസ്ഥാനത്തിലെ ചില വിഘ്നങ്ങൾ വരുന്നതും അതുപോലെ തന്നെ പൂർണ്ണമായി സങ്കടദോഷത്തോടുകൂടെ നീങ്ങുന്ന ചില സ്ഥിതിയിലാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ തുലാം രാശിയിൽ വരുന്ന ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് വേദനകൾ തന്നെയാണ്. അപ്പോൾ ഈ വേദനകൾക്ക് പരിഹാരങ്ങൾ കാണാൻ തീർച്ചയായിട്ടും തുലാം രാശിയുടെ അധിപൻ വരുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ അടിസ്ഥാനത്തിൽ ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിലെ അതുപോലെ തന്നെ വെറ്റിലമാല അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കാം. ഇവിടെ ഹനുമാൻ സ്വാമിക്ക് വ്രതത്തോടു കൂടെ തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് സങ്കടങ്ങൾ തീർക്കാനായിട്ട് വ്രതത്തോടു കൂടെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയും വെള്ളിയാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ട് ഈ വഴിപാട് കഴിക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇതിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഇവർക്ക് അറിയാതെ വരുന്ന ദേഹദോഷങ്ങളും ഖേദങ്ങളും വരുന്ന അവസരങ്ങളും ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ അതിന് കേതു എന്ന ഗ്രഹം, അതായത് രാഹു കേതുക്കൾക്ക് എന്ന് ചെയ്താലും ദോഷങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വിഷഭയങ്ങളുണ്ടാവാം, ആയുധഭയങ്ങളുണ്ടാവാം, ഇതൊക്കെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാഗക്ഷേത്രങ്ങളിലെ നാഗപൂജകൾ നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ഈ ദോഷത്തു നിന്ന് മുക്തി നേടും. അപ്പോൾ ഹനുമാൻ സ്വാമിക്കും നാഗങ്ങൾക്കും വഴിപാട് കഴിച്ചുകൊണ്ടും ഈശ്വരവിശ്വാസത്തോടുകൂടി വളരെ സൂക്ഷ്മതയോടെ വാഹനം നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ എല്ലാറ്റിൽ നിന്നും ഒരു പരിധിവരെ മോചനം കിട്ടിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇനി വൃശ്ചികക്കൂർ അല്ലെങ്കിൽ വൃശ്ചികരാശി. വൃശ്ചികരാശിയിലെ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെയാണ് 2/4 ഭാഗം. ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പുതിയൊരു തൊഴിലവസരങ്ങൾ തേടി വരുന്നുണ്ട്. അത് ഒരു പരിധിവരെ വിജയിക്കാവുന്ന അവസരത്തിൽ തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളാണെങ്കിലും വിജയങ്ങളോ അതുപോലെ തന്നെ ചില നേട്ടങ്ങളോ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾ ചെയ്യുന്നവരാണെങ്കിലും അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ ഇവരുടെ ചരരാശി കൂടി ആണ് ഇത് പറയുന്നതെന്ന് ബോധ്യങ്ങളുണ്ടാവണം. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെയൊന്നും അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടരുത്. പ്രത്യേകിച്ച് അത് അവരുടേതായ ദശാകാലങ്ങളും അതുപോലെ തന്നെ അതുകൂടെ അതിൽ വരുന്ന അപകാരങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ വഴിയിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ. എങ്കിലും തത്സമയ കാര്യങ്ങളിൽ ഇങ്ങനെ നേട്ടങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗത്തിലെ അതായത് ചില നഷ്ടങ്ങൾ വരാം. അത് അവർ വളരെ സൂക്ഷ്മതയോടെ പോവുകയാണെങ്കിൽ ഇല്ലാതാക്കാനും കഴിയും. എങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ ഒരു ശത്രു ഉണ്ടാവുകയെന്ന് പറയും. അതായത് ഇവർ പറഞ്ഞൊരു വാക്കുകൊണ്ട് ഒരു ശത്രു ഉണ്ടാവും. അത്
ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ അന്യത്താവാം. എന്തായാലും അതിൻ്റെ ശത്രു കാരണങ്ങൾ സ്വയം കോപങ്ങളോ അല്ലെങ്കിൽ സ്വയം വാക്കു തന്നെ ആവാനാണ് അടിസ്ഥാന കാരണം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയും സൂക്ഷിച്ചുകൊണ്ടും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഒരു പരിധിവരെ മോചനം കാണും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഏറ്റവും സമാധാനം കിട്ടാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ഈ മേടൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഭഗവത് സേവ വഴിപാട് കഴിക്കും. തട്ടകത്തിലെ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇവർ തൊഴിൽ സംബന്ധിച്ച് വരുന്ന തർക്കദോഷങ്ങളോ അല്ലെങ്കിൽ കൂട്ടായി ചെയ്യുന്ന തൊഴിൽ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ധനമുട്ടും അതുപോലെ തന്നെ കർമ്മമുട്ട് ദേഹമുട്ടൊക്കെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ശുഭവിശ്വാസത്തോടെ പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വൃശ്ചിക രാശിക്കാരെ കുറിച്ചുകൊണ്ട് കാണേണ്ടത്. ധനുരാശി. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം വരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ശനിയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാം. എങ്കിലും ഇവർക്ക് അറിയാതെ വരുന്ന ചില ശത്രുഭയം, അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ, അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ചില മാനഹാനികളോ തർക്കങ്ങളോ കിട്ടുന്ന വാക്കുകൊണ്ട് മാനഹാനികളോ തർക്കങ്ങളോ കിട്ടുന്ന അവസരങ്ങളുണ്ടാവാമെന്ന് പറയുക. അതുപോലെ തന്നെ ഇവർക്കും സൂക്ഷ്മതയോടെ പോകുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ധനനഷ്ടങ്ങളായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഉയർച്ചകളെ കണ്ടുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളും ഉണ്ടാവാമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന തൊഴിൽ കൊണ്ടുള്ള അഭിവൃദ്ധി ഇതൊക്കെ ഒരു ശത്രുദോഷത്തിനുള്ള കാരണങ്ങളാവും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഓരോ തൊഴിലും വിജയിക്കുന്ന ഒരവസരത്തിൽ അതുകൊണ്ട് വരുന്ന പ്രാക്ക് ദോഷങ്ങളാവും. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ഇവർക്ക് കഠിന ദോഷങ്ങൾ വരാം, കുടുംബ സമാധാനങ്ങൾ കുറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഇതൊന്നും ഇല്ലാതെ കണ്ട് സമാധാനപൂർവ്വം നടക്കാനായിക്കൊണ്ട് കാണുമ്പോൾ ഇവർ ചെയ്യേണ്ടത് ഏറ്റവും സമാധാനം കിട്ടാനും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പാലാഭിഷേകം, അതുപോലെ തന്നെ പാൽപ്പായസം, അതുപോലെ തന്നെ കോപം അഗ്നി കുറയാനായിക്കൊണ്ട് സുബ്രഹ്മണ്യ ഭജനങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ ദേവീ സാന്നിധ്യത്തിൽ കഴിയും വഴിപാടായി കഴിക്കുകയും ദേവിക്ക് വിളക്കമാല വഴിപാട് കഴിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ഈ തർക്കദോഷത്തുനിന്ന് ഒരു മോചനം കിട്ടും. അതുപോലെ തന്നെ ശനിയെക്കൊണ്ട് ഇവർക്ക് വളരെ നല്ലതാണ്. വ്യാഴം ഇവർക്ക് ഒരു പരിധി വരെ വക്രത്തിലാണ്, 6ലാണ് എങ്കിലും വക്രദിശയിൽ കാണുമ്പോൾ നേട്ടങ്ങളാണ്. എങ്കിലും ഇവരുടെ ഈ അവസ്ഥകൾ കണ്ടുകൊണ്ട് വരുന്ന ദോഷത്തിന് ദേവീക്ഷേത്രങ്ങൾ തന്നെയാണ് ഏറ്റവും ശക്തമായി അഭയം കാണേണ്ടത്. ഈ രാശിക്കാർക്കും അതുപോലെ തന്നെ ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെ ദേവീക്ഷേത്രത്തിലെ കർമ്മ, തൊഴിൽ, ശത്രു, ധന മുട്ടുകളൊക്കെ തീർക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷത്തിന് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നതും, പിന്നെ ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ദശാനാഥൻ വ്യാഴം എന്ന് പറയുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും കഴിയും വഴിപാടും വ്യാഴാഴ്ച വ്രതങ്ങളും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നഷ്ടങ്ങളെ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് മകരൻ രാശി. മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം, ഇങ്ങനെയാണ് മകരൻ രാശിയിൽ 2/4 ഭാഗം. ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് നരമ്പ് സംബന്ധിച്ച് ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ നീർക്കെട്ട് പോലുള്ള അസുഖങ്ങളോ അതുപോലെ തന്നെ ശിരോരോഗങ്ങളൊക്കെ വരാവുന്ന ചില കാരണങ്ങളുണ്ട്. പിന്നെ ഈ രാശി ഭാവം കൊണ്ട് തന്നെ വരുമ്പോൾ ശനിയാണ് ഈ രാശിയുടെ അധിപൻ ശനിയാണ്. ശനിയുടെ സഞ്ചാരയോഗങ്ങളും ശനിയുടെ ദൃഷ്ടിഗമനങ്ങളും വെച്ച് കാണുമ്പോഴും അതുപോലെ തന്നെ ചില ദോഷങ്ങൾ വരാമെന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനും മനോബലങ്ങൾ കിട്ടാനും ഉചിതമായ ചികിത്സാ രീതികൾ മാത്രമല്ല ക്ഷേത്ര വഴിപാട് കൂടി ഇവർക്ക് വളരെ വേണമെന്ന് തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ മകരൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ക്ഷേത്ര വഴിപാടായി കാണേണ്ടതും ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് എല്ലാ നാളിലും, അതുപോലെ തന്നെ നാളിൻ്റെ ആദ്യ ഭാഗവും അതുപോലെ തന്നെ അവസാന ഭാഗവും, അതായത് ഈ നാളിൻ്റെ ആദ്യ ഭാഗത്തിൽ വരുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഉത്രാട നാളിൽ അതുപോലെ തന്നെ തിരുവോണം, അപ്പോൾ തിരുവോണം നാളുകാരെ കുറിച്ചുകൊണ്ട് പിന്നെ വരുന്നത് അവിട്ടമാണ്. അപ്പോൾ അവിട്ടം അങ്ങനെ ഒരു കൂറ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം അങ്ങനെ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാരുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ 3 ദിവസം ഈ വഴിപാട് കഴിക്കും. അപ്പോൾ തിരുവോണ നാളുകാരാണെങ്കിൽ അതിൻ്റെ നടുവിലാണ് കഴിക്കേണ്ടത്.
ഉത്രാടത്തിനും അവിട്ടത്തിനും തിരുവോണത്തിനും അങ്ങനെ 3 ദിവസം. അല്ല ഉത്രാടത്തിനാണെങ്കിൽ അതിൻ്റെ അടുത്ത നാൾ പൂരാടവും തിരുവോണമാണ്. അങ്ങനെ ഇപ്പോൾ മാറി കഴിക്കണം. അതായത് ഏത് നാളാണോ അതിൻ്റെ പിന്നിലും മുന്നിലുള്ള നാൾ കൂടി ചേർത്ത് 3 ദിവസം കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ശിവക്ഷേത്രത്തിലെ വഴിപാടുകളും അതുപോലെ തന്നെ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാരിയും കഴിക്കാം. അതുപോലെ തന്നെ നീർക്കെട്ട് ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ സമാധാനം കിട്ടുന്നതും അതുപോലെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ശിവന് കഴിക്കുന്ന അതേ വഴിപാട് തന്നെ അത് 2 പേരുള്ള ക്ഷേത്രങ്ങളിൽ ദേവി സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവിക്കും ഒരു കഴിയും വഴിപാടായിട്ട് നിവേദ്യമോ അതുപോലെ തന്നെ വിളക്കമാലയോ കഴിച്ചുകൊണ്ട് കൂട്ടായ ഒരു പ്രാർത്ഥനയിൽ ഇവരുടെ ഈ ദേഹദോഷത്തിനും ശത്രുഭയത്തുനിന്ന് മോചനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത് മകര രാശിക്കാരെ കുറിച്ചുകൊണ്ട് വളരെ അത്യന്തമായിക്കൊണ്ട് തന്നെ ചെയ്യേണ്ട വഴിപാട് കർമ്മങ്ങൾ തന്നെയാണ്. കുംഭരാശിയിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭരാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ശനി കുംഭത്തിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനകഷ്ടങ്ങൾക്കുണ്ടാവില്ല, എങ്കിലും ദേഹദോഷങ്ങളുണ്ടാവും. ജന്മശനിയാണല്ലോ. അപ്പോൾ ജന്മശനി കൊണ്ട് ഒരു ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ദോഷം വരും. അതുപോലെ തന്നെ തർക്ക തടസ്സങ്ങളുണ്ടാവാം. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് ദേഹത്തിൽ. അതുപോലെ തന്നെ മുറികൾ, അതുപോലെ തന്നെ ചികിത്സയിൽ വരുന്ന ചില സമാധാനം കുറയുന്ന അവസരങ്ങൾ, മനസ്സിന് ഉൾഭയം വരുത്തുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവരും ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ധാരയും അതുപോലെ തന്നെ കഴിയും വിധത്തിൽ 7 ദിവസമെങ്കിലും ധാര അതുപോലെ തന്നെ തുടർച്ചയായിക്കൊണ്ട് ജന്മനാടിൻ്റെ മുന്നിൽ 4ഉം അതുപോലെ തന്നെ പിന്നിലും ചേർത്തുകൊണ്ട് തുടർച്ചയായിട്ട് മധ്യത്തിൽ നാൾ വരുന്നതിൻ്റെ മുന്നിലും പിന്നിലും ചേർത്തുകൊണ്ട് 7 ദിവസം കഴിക്കാം. ജലധാര അതുപോലെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ദേഹദോഷങ്ങളുടെ കഠിന വ്യാധികൾ പൊറുക്കാനായിട്ട് കൂവളമാലകൾ കഴിക്കാം. ശിവന് തന്നെയാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നിവേദ്യം കഴിക്കാം, കിടാവടക്കം സമർപ്പിക്കാം. അങ്ങനെ എല്ലാ ദിവസവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ ഇതൊന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി സമാധാനം കിട്ടുന്ന പറയാം. അതുപോലെ തന്നെ ദേഹമുട്ടും അതുപോലെ തന്നെ കർമ്മമുട്ടും ശത്രുമുട്ടും തീർക്കുക. ഇത് ദേവിക്കാണ് ചെയ്യേണ്ടത്. അത് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ചെയ്യുക. തീർച്ചയായിട്ടും ഇവർക്ക് ഏതോ വിധി തതോ ബലം എന്നാണ്. അപ്പോൾ തൻ്റെ വിധി പോലെ തന്നെ ഇത് തീർത്ത് തരട്ടെ എന്നുള്ള പ്രാർത്ഥനാ പുരസരം ഈ ക്ഷേത്ര വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം കിട്ടും. നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ പൂരോരട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇങ്ങനെയാണ് 2 ഭാഗം. ഇവർക്ക് ചെയ്യുന്ന തൊഴിൽ എന്താണ്, ചെയ്തത് എന്താണ് എന്നുള്ളത് ബോധ്യം വരാൻ ചില ഓർമ്മക്കുറവ് വരുന്ന പറയേണ്ടത്. അതുപോലെ തന്നെ അസ്ഥികൾക്കൊക്കെ ദോഷങ്ങൾ വരുന്ന പറയണം. അതുപോലെ തന്നെ ചെയ്യുന്ന വ്യാപാരത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്യുന്നതും ചില തോൽവികൾ വരാമെന്ന് പറയുക. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ശനി ഇവർക്ക് ജന്മത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 7.5 ശനിയാണ്. 7.5 ശനിയും അതുപോലെ തന്നെ ഇവർക്ക് 2-3 ഭാഗങ്ങളിലെ ചൊവ്വ അനിഷ്ടഭാവത്ത് സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവത്തിൽ സർപ്പങ്ങളുള്ളതും ഒക്കെ ഇവരെ ഏറെ വിഷമാവസ്ഥയിലാക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കൊല്ലവർഷത്തെ തന്നെ പറയേണ്ടതായിട്ടുണ്ടല്ലോ, 9 നാളുകാർ ഒഴിച്ച് ബാക്കി ഒരു 18 നാളുകാർക്ക് ബുദ്ധിമുട്ടാണ് വരിക എന്ന്. അപ്പോൾ അതിൽ ഒരു ചില നക്ഷത്രക്കാരായിട്ട് കാണണം. അത് ഞാൻ എടുത്ത് പറയുന്നില്ല, ആരെയും സങ്കടപ്പെടുത്തേണ്ട എന്നുള്ള വിചാരത്തിലാണത്. എങ്കിലും ഈ മീനരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ദേഹദോഷങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഉയരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വീഴ്ചകളുണ്ടാവാം. വാഹനയാത്ര കൊണ്ട് അപകടങ്ങൾ വരാം. ഇതൊക്കെ സംഭവിക്കേണ്ട ചില സ്ഥിതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തീർത്തും സമാധാനപൂർവ്വം മനഃസ്വസ്ഥത കൂടിയുള്ള വാഹനയാത്രകളും അതുകൊണ്ട് തന്നെ ഇവരെ മനഃസ്വസ്ഥത കുറയുന്ന അവസരങ്ങളിൽ ഇവർ തീർച്ചയായിട്ടും നാഗങ്ങൾക്കൊരു വഴിപാട് തന്നെ കഴിക്കും. അത് നാഗപൂജയായിട്ട് കഴിക്കുന്നതാണ് ഏറെ ഉത്തമം. അതുപോലെ തന്നെ ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ശനീശ്വരന് അയ്യപ്പന് കഴിയും വഴിപാടും അതുപോലെ തന്നെ എള്ളുതിരി വഴിപാട് കഴിക്കാം. അത് നാളിൻ്റെ തൊട്ട് മുന്നും പിന്നും 3 ദിവസം കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം പറഞ്ഞ വഴിപാട് തന്നെയാണിത്. ഇനി ഒരു ചില ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം വേറെ വഴിപാടായി കഴിക്കുന്നുണ്ട്. അത് ആ തരത്തിലാണെങ്കിലും ദോഷങ്ങളില്ല. അതുപോലെ തന്നെ ശാസ്താവിന് അട അതുപോലെ തന്നെ ഒരു വിളക്കം സമർപ്പിക്കാം.
ഇത് ഒരു പരിധി വരെ മാറ്റങ്ങളുണ്ടായി സമാധാനത്തിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവ ചിന്തയിൽ നാഗങ്ങൾക്ക് ഒരു വഴിപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 വഴിപാടും. അപ്പോൾ ശാസ്താവിന് നാഗങ്ങൾക്കും കഴിക്കുക. പിന്നീട് ഇവർക്ക് ചില മനപ്രയാസങ്ങളും ദുരിതങ്ങളും വരുത്താമെന്നാണ് പറയും. അത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ നേരെ ദൃഷ്ടിയിലാണ്. അപ്പോൾ നേരെ ദൃഷ്ടിയിൽ വരുന്ന കർക്കിടകത്തിൽ വരുന്ന ചൊവ്വയ്ക്കും ഭഗവതിക്ക്, അത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലല്ല, ദുർഗ പോലുള്ള ക്ഷേത്രങ്ങൾ, അതായത് ശത്രുഭയത്തിനെ അതിജീവിക്കാൻ ദുർഗ പോലുള്ള ക്ഷേത്രങ്ങളിൽ ദുർഗാദേവിക്ക് ഒരു ദേഹപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിളക്കും മാലയും വഴിപാടായി കഴിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ ഈ 3 ക്ഷേത്ര വഴിപാടായിട്ടുണ്ട്. എങ്കിലും ഈ വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ വരുന്ന, അതായത് മീനൻ രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ തടസ്സങ്ങൾ മാറിക്കൊണ്ട് ഒരു സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ ഈ വർഷത്തെ വർഷഫലങ്ങളും അതുപോലെ തന്നെ ഈ 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കാം എന്ന് കാണുമ്പോൾ അതിൽ പരാജയമില്ലാതെ മുന്നോട്ട് പോകാൻ ഏത് ജാതി മതത്തിലായാലും വിശ്വാസ പ്രാർത്ഥന അതുപോലെ തന്നെ അതിൻ്റെ ഏകമാർഗത്തിൽ എത്തിപ്പെടുകയും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്. നന്ദി, നമസ്കാരം.